പ്രാണസഖി പ്രാണസഖി. ഈ പാട്ട് പ്രണയമുണ്ട്, അതേസമയം അതിനകത്ത് ഒരു വേദനയുണ്ട്. ബാബുരാജിൻ്റെ എല്ലാ ഗാനങ്ങളും അങ്ങനെയാണ്. അതിനകത്ത് സന്തോഷമുണ്ടായിരിക്കുമ്പോഴും അതിൻ്റെ അടിത്തട്ടിൽ ഒരു സങ്കടമുണ്ടായിരിക്കുക എന്ന് പറയും. മലയാളത്തിലെ ആദ്യത്തെ ഗസലാണെന്ന് വേണമെങ്കിൽ പറയാം. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ, ഗാനലോക വീഥികളിൽ വേണുകൂതുമാട്ടിടയൻ. പ്രാണസഖി ഞാൻ വെറുമൊരു പാമരന പാട്ടുകാരൻ, പ്രാണസഖി ഞാൻ. എഡിറ്റ് ചെയ്ത വെർഷനാണ് നമ്മൾ സാധാരണ റെക്കോർഡായിട്ട് കേൾക്കുന്നത്. അതിനകത്ത് പല സംഗതികളും ഉണ്ടാവില്ല. അത് സിനിമയിലാണ് പൂർണ്ണമായിട്ട് ആ ഗാനം വന്നിരിക്കുന്നത്. ഉദാഹരണത്തിന്, എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനെൻ കരളിൽ, എങ്കിലുമെന്നോമലാ, ആ സംഗതി നമുക്ക് റെക്കോർഡിൽ കേൾക്കാൻ കഴിയില്ല. അതേസമയം സിനിമയിലാണ് ആ പാട്ട് പൂർണ്ണമായും നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനെൻ കരളിൽ, എങ്കിലുമെന്നോമലാൾക്കു താമസിക്കാനെൻ കരളിൽ, തങ്കകിനാക്കൾ കൊണ്ടൊരു താജ്മഹൽ ഞാനുയർത്താം. മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ, മായാത്ത മധുരഗാനമാലിനിയുടെ കൽപ്പടവിൽ, കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. കാണാത്ത പൂങ്കുടിലിൽ കൺമണിയെ കൊണ്ടുപോകാം. ഓർക്കുക വല്ലപ്പോഴും എന്ന ഒരു കവിത എഴുതിയ ഭാസ്കരൻ മാഷെ സംബന്ധിച്ചിടത്തോളം പ്രണയം അദ്ദേഹത്തിൻ്റെ കവിതയുടെ ഭാഷയാണ്. പ്രണയത്തെ കാവ്യഭാഷയാക്കി മാറ്റിയ ഒരു ഗാനരചയിതാവാണ് ഭാസ്കരൻ മാസ്റ്റർ. അങ്ങനെയുള്ള ഒരാൾ ഒരു സംവിധായകനായിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പ്രണയഗാനങ്ങളുടെ ചിത്രീകരണത്തിൽ സവിശേഷമായ ഒരു ഇടപെടലുണ്ടാവും. അങ്ങനെ ഇടപെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം, ഒരു റൊമാൻറ്റിക് വ്യക്തിത്വം, ഭാസ്കരൻ മാസ്റ്ററുടെ റൊമാൻറ്റിക് വ്യക്തിത്വം ഗാഢമായിട്ട് പ്രവേശിച്ചിട്ടുള്ള ഒരു ഗാനമാണ് ഒരു പുഷ്പം മാത്രം. ഉള്ളതുപോലെ ആയിരിക്കില്ല റെക്കോർഡിന് വേണ്ടി നമ്മൾ അത് പാട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് വരുന്നത്. അങ്ങനെ വന്ന ഒരു ചെറിയൊരു തകരാറ് റെക്കോർഡിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ എന്നൊരു മിസ്റ്റേക്ക് എഡിറ്റിങ്ങിൽ വന്നിട്ടുണ്ട്. അത് ഭാസ്കരൻ മാഷിൻ്റെ രചനയുടെ തകരാറാണോ, ദാസാർ പാടിയതിൻ്റെ മിസ്റ്റേക്കാണോ എന്ന പല സംശയങ്ങളും നിലവിലുണ്ട്. പക്ഷേ അത് ശരിക്കും റെക്കോർഡ് കേൾക്കുന്നതിന് ഉപരിയായി സിനിമ കേൾക്കുമ്പോഴാണ് വ്യക്തമായി മനസ്സിലാവുന്നത്. ആർക്കും ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല. പക്ഷേ തെറ്റ് സംഭവിച്ചത് എഡിറ്റിങ്ങിലാണ്. അതിന് കാരണം പണ്ട് മലയാളം അറിയാത്ത തമിഴിലെ ആരോ ആണ് അത് എഡിറ്റ് ചെയ്ത് റെക്കോർഡിൽ വേണ്ടി അതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു മിസ്റ്റേക്കാണ് ആ പാട്ടിൽ വന്നിട്ടുള്ളത്. റെക്കോർഡിൽ മാത്രമേ ഉള്ളൂ, ശരിക്കുമുള്ള ഗാനത്തിന് ആ മിസ്റ്റേക്ക് ഇല്ല. എന്ത് മനോഹരമായ ഗാനമാണ്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ. ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാം. മലയാള ചലച്ചിത്ര സംഗീത രംഗത്തെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടുകളിലൊന്നായ പി ഭാസ്കരൻ ബാബുരാജ് കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും മനോഹരമായ പാട്ടുകളിലൊന്നാണ് പാതിരാവായില്ല പൗർണമി കന്നിക്ക്. ഇതിന് ഗായക ജോഡിയിലും പ്രത്യേകതയുണ്ട്. ദാസാറും ജാനകിയമ്മയും ചേർന്നാണ് പാടിയിരിക്കുന്നത്. ഒരു മത്സര ബുദ്ധിയോടെ പാടിയോ എന്ന് നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ തോന്നും. അതവരുടെ ആ കാലത്തുള്ള ഏത് പാട്ട് കേട്ടാലും നമുക്ക് തോന്നാറുണ്ട്. കാര്യം അത്രയും ആ പാട്ട് ഇൻവോൾവ് ചെയ്ത് പാടിയിട്ടുണ്ട്. ഇപ്പം ഭാസ്കരൻ മാഷും ബാബുരാജ് സാറും ചേർന്ന് നമുക്ക് തന്നിട്ടുള്ള പാട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പാട്ടുകളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഈ ഭാസ്കരൻ മാസ്റ്ററുടെ കവിത
തികച്ചും ഗ്രാമ്യമായ പദങ്ങൾ കൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ മലയാള ഭാഷയുടെ സൗന്ദര്യം തുടിക്കുന്ന ഗാനങ്ങളാണ്. അതിനെയൊക്കെയും നമ്മുടെ ഉത്തരേന്ത്യൻ സംഗീതത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ആടയാഭരണങ്ങൾ അണിയിച്ചാണ് ബാബുരാജ് സാർ നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ഇതൊരിക്കലും നമുക്കത് ഇന്ന സംഗീതം, കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം തന്നിട്ടുള്ളത്. താമസം എന്തേ വരുവാൻ കേൾക്കുമ്പോഴാണെങ്കിലും, പാതിരാവായില്ല, പൗർണമി കന്യക കേൾക്കുമ്പോഴാണെങ്കിലും ഇത് ഏതെങ്കിലും ഒരു ഹിന്ദുസ്ഥാനി സംഗീത രാഗത്തിലാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ആ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഏതെങ്കിലും പാഠങ്ങൾ പഠിച്ചാൽ മാത്രമേ ഇത് ആസ്വദിക്കാവൂ എന്നുമില്ല. ഈ പാട്ട് അവിടുത്തെ ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഏറ്റവും ലൈറ്ററായിട്ടുള്ള, ഏറ്റവും നനുത്ത അംശങ്ങളെ എടുത്ത് ഈ കവിതയെ ഏറ്റവും ഭംഗിയായി അണിയിച്ചൊരുക്കിയാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത്. പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17-18 പ്രായം. പാതിരാവായില്ല പൗർണമി കന്യയ്ക്കു 17-18 പ്രായം. സത്യൻ മാസ്റ്ററുടെ ഉജ്ജ്വലമായ അഭിനയത്തിലൂടെ അനശ്വരമായൊരു സിനിമയാണ് കാട്ടുകുരങ്ങ്. കാട്ടുകുരങ്ങിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുള്ളത് ദേവരാജൻ മാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ അഭിരുചി കൂടുതലായി ശാസ്ത്രീയ സംഗീതത്തോടാണ്. അതുകൊണ്ട് തന്നെ നാദബ്രഹ്മത്തിൽ എന്ന ഈ ഗാനം ചെയ്തപ്പോൾ അതുവരെ പി ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്ത സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഗീതാനുഭവം പ്രേക്ഷകർക്ക് കിട്ടി. നാദബ്രഹ്മത്തിൽ എന്ന പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം തോന്നുന്നത് അത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കോമ്പോസിഷനാണെന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ദേവരാജ മാസ്റ്ററുടെ ആണെങ്കിലും അദ്ദേഹം അങ്ങനെ നല്ല മെലഡികൾ ചെയ്തിട്ടുണ്ട് ഇഷ്ടംപോലെ. എന്നാലും കൂടുതലായിട്ട് ഈ പക്ക ക്ലാസിക്കലായിട്ട് അങ്ങനെ ചെയ്യുന്നുള്ള ഒരു ധാരണ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരില്ല. പക്ഷേ ദേവരാജ മാസ്റ്ററുടെ ആ ക്ലാസിക്കൽ നോളജ്, ക്ലാസിക്കൽ സംഗീതത്തിലുള്ള അത് നാദബ്രഹ്മം എന്ന പാട്ടിൽ കൂടെ ആയിരിക്കും നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത്. അതുപോലെ തന്നെ രാഗമാലിക എന്നുള്ള കൺസെപ്റ്റും ആദ്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന നാദബ്രഹ്മം എന്നുള്ള പാട്ട് കൂടെ. ഇതിൽ 5 രാഗങ്ങളുണ്ട്. ആദ്യം കല്യാണി, വളരെ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട രാഗം. പിന്നെ രണ്ടാമത്തത് ശുദ്ധധന്യാസി, പിന്നെ ബഹുധാരി, പിന്നെ കാനഡ, അവസാനം സിംഹേന്ദ്ര മധ്യമം. ഈ രാഗങ്ങളിൽ കൂടെ വളരെ മനോഹരമായിട്ട് വളരെ വലിയൊരു പാട്ടുമാണ്. അതിൻ്റെ പിന്നെ ആലാപന രീതി അത് ഇപ്പോഴും എല്ലാ ആൾക്കാരും കോമ്പറ്റീഷനും മറ്റും എടുക്കുന്ന പാട്ട്. ഇത്രയും കാലമായിട്ട് 60കളിലുള്ള പാട്ടാണെങ്കിലും ഇപ്പോഴും കോമ്പറ്റീഷനൊക്കെ മുന്നിട്ട് നിൽക്കുന്നൊരു പാട്ടാണ്. നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരിമാരേ, സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ, സാക്ഷാൽ നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാഗസുന്ദരി